ബാക്കി വന്ന ചോറുണ്ടെങ്കിൽ ഇനി അത് കളയണ്ട കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഇഡ്ഡലി ആക്കിയെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നുണ്ട്. കാരണം ബാക്കി വന്ന ചോറ് ചില സമയത്ത് നമുക്ക് എന്താ ചെയ്യേണ്ടത് കളയാനും തോന്നില്ല. അപ്പം നമുക്ക് അതുകൊണ്ട് ഇഡ്ഡലി ആക്കാം. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഒരു മിക്സഡ് ജാർ എടുത്തിട്ട് അതിലേക്ക് 2 കപ്പ് ബാക്കി വന്ന ചോറ് എടുത്ത് ഞാനത് കുറച്ച് വെള്ളം ചേർത്തിട്ട് വളരെ നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തു. അരയ്ക്കുമ്പോൾ ഞാൻ കുറച്ച് പാകത്തിന് ഉപ്പും ഞാൻ ഇട്ടിട്ടാട്ടോ അരച്ചെടുത്തത്. എന്നിട്ട് ഇതിലേക്ക് ഒരു 1.5 കപ്പ് റവ, എൻ്റെ അടുത്ത് റവ കഴിഞ്ഞിരുന്നു, അപ്പോൾ ഞാൻ 1 കപ്പ് ഇട്ടത്. പക്ഷേ 1.5 കപ്പ് ഇട്ടാൽ ഒന്നുകൂടി നന്നായിരിക്കും. അപ്പോൾ 1.5 കപ്പ് റവ ഇട്ടിട്ട് പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ കുറച്ച് പുളിച്ച തൈര് പാകത്തിന്, നമുക്ക് അരയ്ക്കുമ്പോൾ ഇഡ്ഡലി ബാറ്ററിൻ്റെ ഒരു പാകത്തിൽ പുളിച്ച തൈര് ഒഴിക്കുക കേട്ടോ. ഇനി നമുക്ക് ഇത് ഒന്ന് നന്നായിട്ട് അരച്ചെടുത്ത് ഒരു ബൗളിലേക്ക് മാറ്റാം. എന്ന ശേഷം നമുക്ക് ഈ മാവ് ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്താണെന്ന് വെച്ചാൽ ഈ റവ അരച്ചാലും റവ ഒന്നും നമുക്ക് ചേർക്കുന്ന മാതിരി തോന്നും. അപ്പോൾ എന്നിട്ട് പിന്നെ നമ്മൾ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇഡ്ഡലി ബാറ്ററിൻ്റെ പാകത്തിലേക്ക് വെള്ളം ഒഴിച്ച് ഡയലൂട്ട് ചെയ്തിട്ടാണ് ഇഡ്ഡലി പാരുക. അരമണിക്കൂർ കഴിഞ്ഞ ശേഷം ഞാൻ ഈ മാവ് ഒന്ന് ഇളക്കിയിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ടു കേട്ടോ. ബേക്കിംഗ് പൗഡർ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കിയ ശേഷം നമുക്ക് ഇഡ്ഡലി പാരാം. ഇനി നമുക്ക് ഇത് ഇഡ്ഡലി തട്ടിലോട്ട് പാരാം കേട്ടോ. എനിക്കിത് ഏകദേശം ഒരു 3 തട്ടിൽ പാരാനുള്ളതാണ് ഇത്രയും അളവ് എടുത്തപ്പോൾ തന്നെ കിട്ടിയത് കേട്ടോ. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, നമ്മൾ സാധാരണ അരി ഉഴുന്നരച്ചിട്ടുള്ള ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ഒരു 10 മിനിറ്റിലൊക്കെ വെള്ളം തിളച്ച് കഴിഞ്ഞാൽ വെന്ത് കിട്ടും. പക്ഷേ ഇതൊരു 15 മിനിറ്റ് വെക്കണം കേട്ടോ. ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഇഡ്ഡലി നന്നായിട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ നല്ല പൂ പോലത്തെ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കി വന്ന ചോറ് ഇനി കളയേണ്ട ആവശ്യമില്ല. നല്ല സോഫ്റ്റാണ് കേട്ടോ ഇഡ്ഡലി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.